ഹലോ എവരിവൺ, രുചിവിസ്മയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുന്ന ഇടിയപ്പം. ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഈ ഇടിയപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ബ്രാഹ്മിൺസിൻ്റെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ ഈ ഒരു കപ്പിലാണ് ഞാൻ അളന്നെടുത്തിട്ടുള്ളത്. നമ്മൾ കേക്കിനൊക്കെ മെഷർ ചെയ്യുന്ന ആ ഒരു കപ്പിലാണ് 2 കപ്പ് അളന്നെടുത്തിട്ടുള്ളത്. ഇനി ഈ പൊടി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഡയറക്റ്റായിട്ട് ഇടിയപ്പം ഇങ്ങനെ തന്നെ ഉണ്ടാക്കരുത്, ഇതുപോലെ വറുത്തെടുത്തിട്ട് തന്നെ ചെയ്യണം. എന്നാലാണ് കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം കിട്ടുള്ളൂ. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. പൊടി നന്നായിട്ട് ചൂടായി വരണം. ഇത് അത്യാവശ്യമായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളവും കൂടി വേണം. അപ്പോൾ 2 കപ്പ് വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിന് ഏറ്റവും നല്ലത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം നല്ല പോലെ ഒന്ന് വെട്ടി തിളയ്ക്കണം. പിന്നെ വെള്ളത്തിൻ്റെ അളവ് ഓരോ പൊടിയുടെ ഇതനുസരിച്ച് മാറ്റം വരാം. അപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത പൊടിയൊക്കെ ആണെങ്കിൽ 1 കപ്പ് പൊടിക്ക് 3/4 കപ്പ് വെള്ളം മതിയാവും. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടിയിലേക്ക് കുറേശ്ശെ ഒഴിച്ച് വാട്ടിയെടുക്കാം. ഒരുമിച്ച് വെള്ളം ഒരിക്കലും ഒഴിക്കരുത്, കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടി നന്നായിട്ടൊന്ന് നനഞ്ഞ്, ഒരു ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിലൊന്ന് നനഞ്ഞ് കിട്ടണം. അപ്പോൾ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടച്ച ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ എനിക്കിവിടെ 1.25 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമാണ് വന്നിട്ടുള്ളത്. 1/4 കപ്പ് വെള്ളം ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം കളയണ്ട. ഇനി നമ്മൾ കുഴച്ച് നോക്കുന്ന സമയത്ത് വെള്ളത്തിന് എന്തെങ്കിലും കുറവ് വരികയാണെങ്കിൽ കൈ ഒന്ന് ഈ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് നന്നായിട്ടതൊന്ന് കുഴച്ചെടുക്കണം. നല്ല മയത്തിൽ തന്നെ കുഴച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് കയ്യിൽ ഒരല്പം വെളിച്ചെണ്ണ തടവി ഒന്ന് കുഴച്ചെടുക്കാം. ചെറിയൊരു ചൂടോടുകൂടി വേണം കേട്ടോ കുഴച്ചെടുക്കാൻ. നല്ലപോലെ തണുക്കാൻ വെയിറ്റ് ചെയ്യരുത്. ആ ചെറിയ ചൂടോടുകൂടി നല്ല മയത്തിൽ കുഴച്ചെടുത്താലാണ് നമുക്ക് ഇടിയപ്പം പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കുകയുള്ളൂ. അപ്പോൾ നല്ലപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല മയത്തിൽ തന്നെയാണ് കുഴച്ചെടുത്തത്. ഈ കുഴച്ചെടുത്ത മാവ് നമുക്ക് ഇതുപോലെ അടച്ചു വെക്കണം, ഇല്ലെങ്കിൽ മാവ് ഡ്രൈ ആയി പോവും. ഇടിയപ്പം വേവിക്കാനുള്ള വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ തട്ടിലേക്ക് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒന്ന് തടവി വെക്കണം. പെട്ടെന്ന് ഇടിയപ്പം വിട്ട് കിട്ടാനൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ സേവനാഴിയിലേക്കും അല്പം വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ തട്ടിലേക്ക് കുറച്ച് തേങ്ങ വെച്ച് കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് കേട്ടോ. മുകളിൽ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം, താഴെ വെക്കണമെങ്കിൽ വെക്കാം, ഒക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഇനി നമുക്ക് സേവനാഴിയിലേക്ക് ആവശ്യത്തിനുള്ള മാവ് നിറയ്ക്കാം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കുത്തി നിറയ്ക്കരുത്. ഒരു 3/4 ഭാഗത്തോളം മാവ് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് സാധാരണ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ തട്ടിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്കിത് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇളം ചൂടുള്ള സമയത്ത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സമയത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറഞ്ഞത്. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് അല്പം വെളിച്ചെണ്ണയും കൂടെ തടവിയിട്ട് കുഴച്ചെടുക്കുക. മാവ് പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ചുറ്റിച്ചെടുക്കാം. അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഇടിയപ്പമാണ്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ തയ്യാറാക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി തേങ്ങ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ വേവിച്ചെടുക്കുന്ന സമയത്ത് ഓരോ തട്ടായിട്ട് വേവിച്ചെടുക്കുക. ഇല്ലെങ്കിൽ അടിയിലിരിക്കുന്ന തട്ടിലേക്ക് ആവിച്ച് വെള്ളം വീണ് ഇടിയപ്പത്തിൻ്റെ ആ ഭംഗി നഷ്ടപ്പെടും, അല്ലാണ്ട് അലിഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ ഓരോ തട്ടായിട്ട് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 8-10 മിനിറ്റ് ഒന്ന് ആവി കയറ്റുക. അപ്പോൾ നന്നായിട്ട് ഇടിയപ്പം വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഇടിയപ്പം വേവിക്കാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കുക. നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കുന്ന സമയത്ത് വീണ്ടും ഞാൻ പറയുകയാണ്, ഓരോ തട്ടായിട്ട് തന്നെ വെക്കുക. അങ്ങനെയാണെങ്കിലാണ് നല്ല കറക്റ്റായിട്ടുള്ള ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ.
ഇപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഇടിയപ്പം മിക്കവർക്കും തന്നെ അറിയാവുന്ന റെസിപ്പിയാണ്. അറിയില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ല പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.